മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ പുതിയ ബൈക്ക് വാങ്ങിത്തരണം. അപ്പോൾ വേദനയോടുകൂടി ഈ അപ്പൻ മകനോട് പറഞ്ഞു, മോനെ, നമ്മുടെ കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും നിനക്ക് അറിഞ്ഞുകൂടെ? എന്നിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അവൻ വാശി പിടിച്ചു, പിണക്കമായി അപ്പനോട് സംസാരിക്കാതെ. അപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ, നിനക്ക് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിത്തരാം, അതുപോരെ? ഈ സാഹചര്യത്തിൽ നീ അത് സമ്മതിക്ക്. എന്നിട്ടും അവൻ സമ്മതിച്ചില്ല. കുറേ ദിവസങ്ങൾ അവൻ മിണ്ടാതെ ഇങ്ങനെ നടന്നു. ഒരു രാത്രി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൻ്റെ പേഴ്സ് എടുത്തു, അതുപോലെ തന്നെ ആരോടും പറയാതെ അവൻ ഇറങ്ങിപ്പോന്നു. കുറേ അവൻ ഓടിക്കഴിഞ്ഞപ്പോൾ കാലിൽ കല്ല് കുത്തിത്തറയ്ക്കുന്നത് അവൻ മനസ്സിലായി. അവൻ ആ ഷൂ എടുത്തു നോക്കിയപ്പോൾ രാത്രി പോന്നത് കൊണ്ട് അവൻ്റെ ഷൂവിന് പകരം അപ്പൻ്റെ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ആ ഷൂ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം വേറെയൊന്നുമല്ല, തേഞ്ഞ് തീരാറായ ഷൂ ആണ് അപ്പൻ ധരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി ആ അപ്പൻ ഇതുപോലെ വേദനിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. വിശന്നിട്ട് ഒരു കടയിൽ കയറി അവൻ അപ്പൻ്റെ ആ പേഴ്സ് തുറന്നു നോക്കിയപ്പോഴാണ് 2 ബില്ലുകൾ അവൻ കണ്ടു. ആദ്യത്തെ ബില്ല് അവന് വേണ്ടി ബൈക്ക് ഓർഡർ ചെയ്ത ബില്ലും, രണ്ടാമത്തെ ബില്ല് അവൻ്റെ വീട് പണയം വെച്ച ബില്ലും. ഇത് 2 കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വാവിട്ട് കരഞ്ഞു, വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഇതുപോലെ ജീവിതത്തിൻ്റെ 4 അറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വേദനിക്കുന്ന കുറേയേറെ ജീവിതങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരുടെ വേദനകൾ നമ്മൾ മനസ്സിലാക്കാറില്ല. അവരോട് പിണങ്ങും, വാശി പിടിക്കും. ഓർക്കുക, മായിക ലോകത്ത് നിന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ വേദനിക്കുന്ന നമ്മുടെ കൂടെയുള്ളവരുടെ ഹൃദയം മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.